ശ്രീ പ്രശാന്ത്, ഈ VD സതീശന് സ്വസ്ഥത കൊടുക്കില്ല എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ മാസം 2 പിന്നിടുന്നതേ ഉള്ളൂ. ഇനിയും കിടക്കുകയാണ് ഒരു വലിയ കാലയളവ്. ഇത് കോൺഗ്രസ്സുകാരായതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് ഒരു മുൻധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അങ്ങനെ സംഭവിക്കില്ല. കാരണം 10 വർഷം പുറത്തു നിന്നിട്ട് അധികാരത്തിലേക്ക് വരുന്നവരാണ്. ചില പാഠങ്ങൾ അവർ പഠിച്ചു. പക്ഷേ ഈ അണ്ണാൻ മൂത്താലും മരങ്കേറ്റം മറക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ്സുകാരനല്ലേ ആ തനിക്കുണം കാണിച്ചു തുടങ്ങിയല്ലേ? കോൺഗ്രസ്സുകാർ തനിക്കുണം കാണിച്ചു തുടങ്ങി. പിന്നെ ഈ സതീശനെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷയം വരുമ്പോഴും സോഷ്യൽ പ്ലാറ്റ്ഫോമിലും അല്ലെങ്കിൽ മറ്റു പലയിടത്തൊക്കെ ചോദിക്കുമ്പോൾ സതീശന് ആ ഗ്ലാമറിനകത്ത് കുറവൊന്നുമില്ല കേട്ടോ. സതീശനെ ഇതിപ്പം നമ്മൾ ഈ സംസാരിക്കുന്നിടം വരെ സതീശൻ ജനങ്ങൾക്കിടയിൽ വലിയ നായകനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സതീശൻ വന്നതിനകത്ത് ഒക്കെ നമുക്കറിയാമല്ലോ, വളരെ വലിയ ഫൈറ്റിനകത്ത് ഒരു വല്ലാത്തൊരു പ്രസ്ഥാനത്തിൻ്റെ തീരുമാനത്തെ, ഒരു ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെയൊക്കെ മറികടന്ന് അവർക്ക് പോലും സതീശന് അനുകൂലമായിട്ട് തീരുമാനം എടുക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഉരുത്തിരിച്ചാണ് വന്നത്. കാരണം എല്ലായിടവും ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ടല്ലോ. ആ മാനദണ്ഡങ്ങൾ കാത്തൊക്കെ സതീശൻ പാർട്ടിക്കകത്ത് പാർട്ടി നേതാക്കന്മാർ ഇഷ്ടക്കാരനല്ലായിരുന്നു, MLA-മാരുടെ ഭൂരിപക്ഷം ഇല്ലായിരുന്നു, മറ്റു പലതും ഇല്ലായിരുന്നതൊക്കെ പോലും എവിടെ നിന്നോ സതീശന് ജനപിന്തുണയുണ്ട്, അല്ലെങ്കിൽ സതീശിൻ്റെ പിറകിൽ ഒരു മായാശക്തി, അല്ലെ ഏത് ശക്തിയാണെന്ന് അറിയത്തില്ല, ശക്തിയുടെയൊക്കെ പേര് നമ്മൾ പലപ്പോഴും മുസ്ലിം ലീഗാന്ന് പറയുന്നു. എന്തായാലും സതീശനെ മാറ്റി തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥ. അപ്പോൾ മാറ്റി തീരുമാനിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളപ്പോൾ അന്ന് തന്നെ അതിൻ്റെ പിറകിൽ ആഗ്രഹിച്ചിരുന്നോട് ഒരു ശത്രുത കാണുമല്ലോ. അപ്പോൾ അത് പാർട്ടിക്കകത്ത് നമുക്കറിയാം, കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്നും ഉള്ളതാണ്, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഉള്ളതാണ്. മറ്റു പല പാർട്ടിക്കകത്ത് CPM-നകത്ത് ഉള്ളതുപോലെ അത് അകത്തൊന്നും ഇരിക്കത്തില്ല. CPM-നകത്ത് ഇപ്പോൾ പുറത്ത് വരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഇത് എപ്പോഴും പുറത്ത് തന്നെ ഇങ്ങനെ മറന്നേക്ക് നിൽക്കും. അതിനാരെങ്കിലും സപ്പോർട്ടൂടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നടക്കും. നേരത്തെ ഇതൊക്കെ ഇവിടെ വിഷയം നടക്കുമ്പോൾ ഹൈക്കമാൻഡിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വിളി വരും, അല്ലെ കള്ളുകൂടിയന്മാരെ ചാടി എണീറ്റ് ചീത്ത പറയുമ്പം അടി കൊടുക്കുമ്പോൾ വീണ്ടും കിടക്കും. പിന്നെ ഇവനെ ബോധം നഷ്ടപ്പെടുമ്പോൾ പറയുന്നത് പോലെ ഇടയ്ക്കിടയ്ക്കന്മാരെല്ലാം പറയും, അല്ലെങ്കിൽ നേതാക്കന്മാർ അവരുടെ കുഴപ്പമില്ല, അവരെ ആരും ശ്രദ്ധിക്കാൻ വേണ്ടിയായി പറയുന്നത്. അപ്പോൾ അതിന് ഹൈക്കമാൻഡിൽ നിന്ന് ഒരു അടി വീഴും. അപ്പം കുറേ കാലങ്ങളായിട്ട് അങ്ങനത്തെ ഒരു രീതി നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പം ഈ ഇലക്ഷൻ ശേഷം ഇപ്പം ഭരണം തുടങ്ങി 2 മാസം ആയതേ ഉള്ളൂ. ഇപ്പോൾ ഒരു KSUക്കാരനാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പ്രശ്നം ഉണ്ടാക്കുമ്പോഴും മറ്റു പല ആരോപണങ്ങൾ വരുമ്പോൾ അതിനെയൊക്കെ മറികടന്ന് സതീശൻ അതിനെയെല്ലാം നിലത്തടിച്ച് കളഞ്ഞ് സതീശൻ നിൽക്കുമ്പോഴാണ് KSUവിൻ്റെ രൂപത്തിൽ ലീഡറിൻ്റെ നിയമത്തിലും അല്ലെങ്കിൽ SFI AVP-കാരനെയൊക്കെ ഞങ്ങൾ 10 കൊല്ലം സമരം ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവന്നിരുന്ന ഗവൺമെൻറ് ഞങ്ങളുടെ ശത്രുവായിട്ട് നിൽക്കുന്ന ഒരിടത്ത് ഉള്ള ആൾക്കാരെ വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ആക്ഷേപം. അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ട്, അതിനകത്തൊരു വാസ്തവമില്ലെന്ന് സതീശൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ഡീറ്റെയിൽസ് കാണിച്ച് പറഞ്ഞതാണ്. കാരണം ഇത് അവർ പറയുന്ന കാലത്തെ SFI-യോ AVP-യോ ഒന്നുമല്ല, ഇത് അന്നേക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അവർ പറയുന്ന ലോയേഴ്സ് യൂണിയൻ്റെ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ഭാഗം നിൽക്കുന്നവരുടെ അന്ന് ലിസ്റ്റ് വെച്ചാണ് ഇത് നടപ്പാക്കുന്നത് എന്നൊക്കെ പുള്ളി പറയുന്നുണ്ട്. പിന്നെ മാത്രമല്ല ഇവരെയൊക്കെ ശുപാർശ ചെയ്യുന്നതിന് നമുക്കറിയാമല്ലോ സാർ, അതിനകത്ത് ഓരോ നേതാക്കന്മാരുടെ ശുപാർശക്കാരായിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും സതീശനും KSU പ്രസിഡന്റുമായിട്ടുള്ള തർക്കം അത് വലിയ വലിപ്പത്തിലായി. സതീശൻ പത്രസമ്മേളനത്തിൽ പറയുന്നു. അതിന് സതീശനെ ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി KSU പ്രസിഡന്റ് സതീശന്റെ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിക്കൽ കാവൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാതിക്കൽ കാവൽ നിൽക്കുന്ന ഈ പറയുന്ന KSU പ്രസിഡന്റ് അലൂഷ്യസ്, അയാൾക്ക് അവിടെ കയറാൻ ഇടം കിട്ടുന്നില്ല. ആ സമയത്ത് തന്നെ വാർത്താ മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കാണുന്ന പൂരത്തിന്റെ തെള്ള് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ. അല്ല, അത് ഈ കോൺഗ്രസ്സുകാരുടെ പിന്നെ നമ്മൾ വേദികളിലൊക്കെ കണ്ടിട്ടുള്ള വേദിയിൽ 5 സീറ്റ് ഉണ്ടാവും, പക്ഷെ 500 പേര് അതിനകത്ത് കാണും. തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം എത്ര ഇടങ്ങളിൽ സ്റ്റേജ് തകർന്നു വീണിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതൊരു പുതുമയുള്ള കാര്യമല്ല. അല്ല, അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അല്ല ഓഫീസർ ആയാലോ. ഇപ്പം കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ അല്ലെ പുഷ്പചക്രം അർപ്പിക്കാൻ ചെന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു തിരക്കും ഫോട്ടോയ്ക്ക് വേണ്ടി ഒക്കെയുള്ള അവിടെ അങ്ങനെ ഉള്ളപ്പോൾ എല്ലാവർക്കും ചെല്ലാം. അതിന്റെ കൂടെ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ ഉള്ളവർ പറയുന്നു ചെന്നവർക്കൊക്കെ വലിയ സ്വീകരണം. അത് കോൺഗ്രസ് അല്ലാത്ത ആർക്ക് ചെന്നാലും സ്വീകരണം, ആരെയും മൈൻഡ് ചെയ്യാതെ വിടുന്നില്ല. ഇതേ രീതിയിലുള്ള മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള KSU അവരാണല്ലോ യുദ്ധം ചെയ്യുന്നവര്, യൂത്ത് കോൺഗ്രസ് അവരാണല്ലോ യുദ്ധം ചെയ്യുന്നത്. അവർക്ക് അവിടെ ഇടം കിട്ടുന്നില്ല. അവരെ ആ യുദ്ധസമയത്ത് ഉപദ്രവിച്ച, അല്ലെങ്കിൽ നമ്മൾ രക്ഷാപ്രവർത്തനത്തിന്റെ ഒക്കെ പേരിൽ വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ, SFI ഒക്കെ പോലീസും കൂടെ ആയിരുന്നല്ലോ ഈ പറയുന്ന KSU കാര്യം കൂടി കാണിക്കുമ്പോഴോ അവരെ ഇപ്പം
ഭരണത്തിന് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന അവരുടെ ആൾക്കാർ ഉന്നത പദവിയിൽ വരുന്നവർ ഇടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത വരുന്നു. അപ്പം കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലാണ് ഇതുപോലെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, ചീഫ് പങ്കെടുക്കുന്നു. അവിടെ തന്നെയാണ് അലോഷ്യസ് പങ്കെടുക്കുന്നത്. അവിടെ മുഖ്യമന്ത്രി വന്നപ്പോൾ എല്ലാവരെയും സ്വീകരിച്ച് കൈയും കാണിച്ച് മാലയിട്ട് എല്ലാവരെയും മൈൻഡ് ചെയ്തപ്പോൾ അലോഷ്യസ് അവിടെ വയ്ക്കുന്നു. പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നു. ആരെ VD സതീശൻ. അതിപ്പോ ചേർത്ത് നിർത്തി സംസാരിക്കേണ്ട കാര്യമല്ല. അത് ചേർത്ത് നിർത്തി സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട് അവിടെ. പക്ഷേ മനഃപൂർവ്വം തന്നെയാണ് അവിടെ മൈൻഡ് ചെയ്യാതെ പോയത്. കാരണം ഇതെന്താണെന്നുള്ള കാര്യം വാർത്തയാകുമെന്നും പ്രശ്നമാകുമെന്നും ചർച്ചയാകുന്നു. ആ ചർച്ചയാകട്ടെ, എന്താണ് അലോഷ്യസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ പിറകിൽ ആരാണ് എന്നുള്ളതാ സതീശൻ ഉദ്ദേശിച്ചത്. സതീശൻ രാഷ്ട്രീയക്കാരനല്ലേ സാറേ? അപ്പൊ അതോടുകൂടിയാണല്ലോ ഇപ്പൊ ആരാന്ന് വന്നത്. അതിനുശേഷം സംസാരിച്ച അല്ല, അതിന് എന്തൊക്കെ വ്യാഖ്യാനമാണ് വരുന്നത്? VD സതീശൻ പിണറായി വിജയന്റെ സ്വഭാവം കാണിച്ചത്. അതെ, എന്നല്ല. അപ്പൊ അതിനുശേഷം വന്നത് ആരൊക്കെ സംസാരിച്ചത്? VD സതീശനെതിരെ സംസാരിച്ചതിനകത്ത് രമേശ് ചെന്നിത്തല ഉണ്ടാകുന്നു, VM സുധീരൻ ഉണ്ടാകുന്നു, KP അനിൽകുമാർ ഉണ്ടാകുന്നു, ഏറ്റവും ആദ്യം സംസാരിക്കുന്ന KC വേണുഗോപാലാകുന്നു. ഇപ്പൊ തന്നെ ഇനിയിപ്പോ ആൾക്കാരോടൊന്നും പറയണ്ടല്ലോ. VD സതീശനെതിരെ ഈ KSU പ്രസിഡന്റ് സംസാരിക്കുന്നതിന്റെ കാരണവും അല്ലെങ്കിൽ ഇത്തരത്തിലാണെന്നുള്ളത് പ്രതിദിനത്തിന് മുമ്പിൽ മോശമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന്റെ പുറകിൽ പാർട്ടിക്കകത്തെ ഉന്നതങ്ങൾ ഇരിക്കുന്ന ഈ പറയുന്ന ഹൈക്കമാൻഡ് ഉണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തണമായിരുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് VD സതീശൻ സാധാരണ രാഷ്ട്രീയക്കാരനല്ല. VD സതീശൻ ഉദ്ദേശിച്ചത് ഒരു കാര്യം അവിടെയാണ്. അപ്പൊ അതിപ്പോ ചർച്ചയായി. ഇനി KPCC പറയുന്നു VD സതീശൻ KSU പ്രസിഡന്റ് സംസാരിക്കാം. പക്ഷേ ഈ KSU പ്രസിഡന്റും ഈ പറയുന്ന ലീഡർമാരുടെ നിയമനവും അല്ലെങ്കിൽ ഈ കുഴപ്പങ്ങളും അല്ലെങ്കിൽ സതീശൻ VHP-കാരനെ കയറ്റി നിർത്തി അവിടെ സംസാരിച്ചതിന്റെ ഒക്കെ അല്ലെങ്കിൽ ഇയാൾ പലതുമാണ്. ഇയാൾ നമ്മൾ വിചാരിച്ച ആളല്ല. ഇയാൾ ഈ പറയുന്ന പോലെ അദാനിയുടെ ആളാണ്, ഇയാൾ BJP-കാരനാണ്, ഇയാൾ RSS-കാരനാണ്, ഇയാൾ മറ്റു പലതുമാണ്, ഇയാൾ അഴിമതിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വേറെ പാർട്ടിക്കാരനല്ല, ഇതിനകത്തുള്ള ഹൈക്കമാൻഡ് ആണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ സതീശൻ ശ്രമിച്ചു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പൊ ഹൈക്കമാൻഡ് ഇന്നലെ ഇടപെട്ടു. അങ്ങനെയൊന്നും KSU-കാരത്ത് പറയുന്നത് CM സുധീരൻ പറഞ്ഞു KSU ആണ് നമ്മുടെ എല്ലാം. VS സുധീരൻ വേദിയിൽ വെച്ച് KSU ഇപ്പൊ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അത് തന്നെ. ഇപ്പൊ ഇന്ന കഴിഞ്ഞ ദിവസം അയാളെ ഒരു വേദിയിൽ അവാർഡ് കൊടുത്തിട്ട് പറഞ്ഞു എന്റെ ഗുരുവാണ്, എന്റെ ദൈവമാണ്, എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച ആളാണ്, ഞാൻ പുള്ളിയോട് ഇട്ട് എല്ലാം ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് സതീശൻ പോകുന്നതിന്റെ പിറ്റേന്നാണ് അലോഷ്യസിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇനിയും പറയണം കേട്ടോ, നീ നല്ലപോലെ പറയണം കേട്ടോ, നിനക്ക് തൻകൂട്ടമുള്ളവനാവും കേട്ടോ, നിന്നെ ചിലപ്പോൾ നാളെ കാലത്ത് ആരെങ്കിലും കൈകാര്യം ചെയ്ത് കളഞ്ഞാലും നീ വിടരുത്, എന്ന് വെച്ചാൽ അവന്റെ രാഷ്ട്രീയമായി പോയാലും കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാക്കി ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ സതീശ് അല്ല എല്ലാവരുടെ വരിക. അപ്പം ഇത് ശരിക്കും സാറാദ്യം പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസിനകത്ത് ഉള്ളതാണ്. മനസ്സിലാവും. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം VD സതീശനെ പറ്റി എനിക്ക് ഉള്ള എൻ്റെ ഒരു പുറമേ നിന്ന് ഇതുവരെ പഠിച്ച VD സതീശനെ പറ്റി ഞാൻ നോക്കുമ്പോൾ VD സതീശനെ കൃത്യമായിട്ട് ഭരിക്കാൻ വിട്ടാൽ അയാൾക്ക് ചിലതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മൂളയുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മറ്റു പലരെക്കാളും. തീർച്ചയായിട്ടും. അപ്പൊ അത് നോക്കട്ടെ, അയാൾ ചെയ്യട്ടെ. അപ്പം അതിനകത്ത് ഒന്നും ചെയ്യാൻ സമ്മതിക്കാതെ ഇപ്പൊ തന്നെ ഭയങ്കര ആക്ഷേപമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സാർ കണ്ടില്ലയോ, ഇയാളായിരുന്നു ഈ നാടിന്റെ വെളിച്ചം. നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? 10 കൊല്ലം കറണ്ട് പോയിട്ടില്ല. അതെ, 2 മാസം കൊണ്ട് കാരണം അറിയാതെ ഇവിടെ ഇരിക്കുമ്പോൾ രാത്രി 3 വട്ടം കറണ്ട് എനിക്ക് പോകും, പകൽ എത്ര വട്ടം പോകും. അപ്പം ആ 10 കൊല്ലം കറണ്ട് പോകാതെ ഭരിച്ചുകൊണ്ട് പോയൊരു ഗവൺമെന്റ് 2 മാസമായിട്ട് അതിനുള്ള സംവിധാനം എന്തു തന്നെയാണെങ്കിലും ഒരുക്കിയിട്ടില്ലെന്ന് നോക്കുമ്പോൾ ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു ഇനിയും കുറച്ചുകൂടെ മുൾമുനയിലോട്ട് കൊണ്ട് നിർത്തുമെന്ന് തോന്നുന്നു. കാരണം ഇനിയിപ്പോ ഓണം വരാൻ പോകുക, അതെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ജില്ലകളിലുള്ള ആക്ഷേപം, പിന്നെ സർക്കാർ ജീവനക്കാരെ തീറ്റിപ്പോരണം, അതുപോലെ സൗജന്യങ്ങൾ കൊടുക്കണ്ടേ, സപ്ലൈകോയില് സബ്സിഡി സാധനങ്ങൾ കൊടുക്കണ്ടേ. അപ്പൊ ആക്ഷേപം വലിയ വലിപ്പത്തിലാവും. അപ്പം ഇതിനകത്തെ എല്ലാവരും കൂടി സഹകരിച്ച് മുന്നോട്ട് പോയാൽ തന്നെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തില്ലെങ്കിൽ ആക്ഷേപം വരുന്നവരിടത്താണ് സ്വന്തം പാർട്ടിക്കകത്ത് നിന്ന് പോരും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് വളരെ കൃത്യമായിട്ട് ഇയാളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരാക്ഷേപത്തിനകത്തും ഭരണം കൊണ്ടുപോകണം, സേഫ് ആയിരിക്കണം താല്പര്യമുണ്ട്. അപ്പം പാർട്ടിക്കകത്തെ ഘടകകക്ഷികളുടെ ഒരുപക്ഷെ ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ഒന്നും ഉപദ്രവമില്ല. പക്ഷെ ഉപദ്രവം നമ്മൾ പറയത്തില്ല, അകത്തു നിന്നാണ്. കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ്. അത് ഇനിയും ഉണ്ടാകാം. പക്ഷേ ഈ പറയുന്നത് പോലെ സ്വന്തമായിട്ട് എത്ര പറയുമ്പോഴും ആരും സഹായിക്കാനില്ലാതെ ഒരു കാർത്തികൻ ഒരു സീറ്റ് മേടിച്ച് കൊടുത്തതൊഴിച്ചാൽ പിന്നെ പല ഘട്ടങ്ങളിലും സമുദായം സഹായിക്കാനില്ല, മന്ത്രി കൃത്യമായിട്ട് ആരുമില്ലാത്ത ഒരിടത്ത് നിന്ന് ഏതോ കാരണവശാൽ അദ്ദേഹത്തെ ആരെയോ സമയമാകുമ്പോൾ മാറ്റാമെന്ന് കണ്ട് അന്ന് രമേശ് ചെന്നിത്തലയെ ഒതുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം പുള്ളിയെ ഏൽപ്പിച്ചതാണ്. അയാളുടെ കഴിവുകൊണ്ട്, അയാളുടെ വേറെ കാര്യം നമ്മൾ പറഞ്ഞൊരു പ്രതി അവർക്ക് സമയം കൊണ്ട് ഏതായാലും അയാളുടെ കഴിവുകൊണ്ടും അയാളുടെ പറച്ചിലുകൊണ്ടും അയാളുടെ നീക്കം കൊണ്ടും അയാള്
ഒരുപക്ഷെ നീങ്ങിയത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ്. അപ്പം അയാൾ കൈകാര്യം ചെയ്ത് പൊക്കോളുമായിരിക്കും. എന്നാലും ഇങ്ങനെ ആവുമ്പോൾ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഏതായാലും ഹൈക്കമാൻഡിൽ നിന്ന് വന്നിട്ടുണ്ട് VD സതീശൻ ഇങ്ങനെയൊന്നും ആവരുത്, KSU പ്രസിഡന്റ് അടുത്തും യൂത്ത് കോൺഗ്രസിൻ്റെ അടുത്തും ഇനിയും പ്രസ്താവനകളൊന്നും പാടില്ല. ഇനിയും പ്രസ്താവന പുള്ളി കുറച്ച് നാളത്തേക്ക് എടുക്കാൻ സാധ്യതയില്ല. കാരണം KSU പ്രസിഡന്റും ഇത് ബാധകമാണല്ലോ. അപ്പൊ അത് തന്നെയാണ് VD സതീശൻ ഉദ്ദേശിച്ചത്. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടുവരുന്നു, എന്താണ് യഥാർത്ഥ കാര്യം എന്നുള്ള കാര്യം ഈ VDക്ക് നന്നായിക്കറിയാം. അപ്പം അത് VD സതീശന്റെ പുറത്ത് ചാരി കുഴപ്പക്കാരനാണെന്ന് വരുത്തുന്നതിന് ഉള്ളത് എത്ര പുള്ളി വെളുപ്പിക്കാൻ നോക്കിയാലും നടക്കത്തില്ല. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് ഉള്ളത് ഈ ഒരു തിരിഞ്ഞുപോക്കിൽ, അതായത് KSU പ്രസിഡന്റിനെ മുഖം ധരിച്ചത് കൊണ്ട് VD സതീശനെതിരെ നിൽക്കുന്ന ശത്രുക്കൾ എവിടെ നിന്നാണെന്നുള്ളത് പുറത്ത് ചാടിക്കാൻ VD സതീശൻ കാണിച്ചു. ആ പൊളിറ്റിക്സേ VD സതീശൻ കാണിച്ചുള്ളൂ. അത് രാഷ്ട്രീയം അറിയാവുന്നത് മനസ്സിലാവും. അതിനകത്ത് VD സതീശൻ വിജയിച്ചിട്ടുണ്ട്. ഇനിയും വരുമ്പോൾ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ കാണിക്കുമെന്ന് വിചാരിക്കും. ഇപ്പം തൽക്കാലത്തേക്ക് ശരിയാ. ഈ KPCC പറഞ്ഞു ചർച്ചയുണ്ടാവുന്നു, അലോഷ്യസിനെ കാണുന്നു. എന്ത് കാണാനാണ്? അലോഷ്യസ് പറയുന്ന ഈ AVP-കാരനും SFI-കാരനും ഒന്നും അവരല്ല. അവനെ ആക്കുന്നതിനകത്ത് ഈ പാർട്ടിക്കകത്ത് KPCC-യും അല്ലെങ്കിൽ അതുപോലെ ഉന്നത നേതാക്കന്മാർ പറഞ്ഞിട്ടാണ് ആക്കുന്നത്. ആരും അറിയാത്തതല്ല. ഇതൊരു ആക്ഷേപം. അതിനകത്ത് തീരുമാനം അന്നേരം ഉണ്ട്. അല്ലെങ്കിൽ അലോഷ്യസിനും അറിയാം. അലോഷ്യസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അലോഷ്യസ് നിൽക്കുന്നു. അലോഷ്യസ് പറഞ്ഞു, നീ പറഞ്ഞോടെ, ഞാൻ നിന്നെ നാളെ നോക്കിക്കോളാം, മനസ്സിലായില്ലേ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞെന്നുള്ള കാര്യം പൊതുജനത്തെ ബോധ്യപ്പെടുത്തണം സതീശൻ. അത്രേ ഉള്ളായിരുന്നു. സതീശനെ സഹായിച്ചു. അതായത് ഹൈക്കമാൻഡിന്റെ ഇടപെടിയിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കാര്യം.